ഹലോ സുഹൃത്തുക്കളെ, ഞാനാണ് പുതിയൊരു മൈൻക്രാഫ്റ്റ് യൂട്യൂബർ. ഞാനിത് കുറേ ആഗ്രഹിച്ച് തുടങ്ങിയൊരു ചാനലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മൈൻക്രാഫ്റ്റ് ഗെയിമൊക്കെ. അപ്പോൾ എന്തായാലും സർവൈവൽ സീരീസ് ഇട്ട് എനിക്കൊരു ചാനൽ നല്ല മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് ചെയ്യാം, അതായത് മരം വെട്ടുക. മരത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ഈ ഒരു തടി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് പ്ലാൻസ് ആക്കാം. നമ്മുടെ അപ്പുറത്തൊരു വില്ലേജ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇത് ഓഫ് പ്ലാൻസ് ആക്കി അത്യാവശ്യം ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വില്ലേജിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഇനി ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ട് 2 സ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് നമുക്ക് എളുപ്പ വഴിക്ക് ഇവിടുന്ന് ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ നമുക്ക് വെച്ച് ചെയ്യാം. ഒരു ഈസി വേ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് വില്ലേജിൽ പോയി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അടിച്ചു മാറ്റിയിട്ട് നമുക്ക് ഈ സീഡ് വേണമെങ്കിലേ നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതെടുത്ത് അടിപൊളി സീഡാണ്, നല്ല ലക്കൊക്കെ ഉള്ളതാണ്. ട്രയൽ ചേമ്പറൊക്കെ ഉണ്ട്, എനിക്കതിൻ്റെ ഒക്കെ അറിയാം. നമുക്കൊക്കെ അവിടെയൊക്കെ പോകണം. ഇപ്പം നേരെ ഇങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് കുറച്ച് ഹൗസ് എക്സ്പ്ലോർ ചെയ്യണം. ഈ ഹൗസിലൊന്നും കാണത്തില്ല, മിക്കവാറും ഇതിലും കാണത്തില്ല. നമുക്ക് കണ്ടില്ല, അവിടെ കാണും മിക്കവാറും. അവിടെ ഈ സീഡിൽ എപ്പോഴും ഇവിടെ ഒരു ചെറിയ വില്ലേജർ കാണാതെയാണ് ഉണ്ടോ? അതേണ്ട ഇവൻ അടിപൊളിയാ. ഓക്കെ, നമുക്കിവിടെ ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് വേണ്ടേ, ഇഷ്ടം പോലെ. ഇത്ര സാധനങ്ങളും നമുക്ക് ഇപ്പം മതി കേട്ടോ. അപ്പം ഈ സാധനം എല്ലാം നമുക്ക് ഇവിടെ എടുത്ത് നമ്മുടെ ഇൻവെന്ററി തന്നെ ആക്കിയേക്കാം. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് ഈ സാപ്ലിങ്സ് കൊണ്ട് ഒരു സ്ഥലത്ത് തട്ട് വെച്ചേക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാം നമുക്ക്. ഒരു റീസ്പോൺ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്തേക്കാം. നമുക്ക് രാത്രി ഒന്ന് ഇവിടെ കളിക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു അയങ്കാലത്തിന് ശരിയാക്കണം ഇവനെ. അതിന് മുമ്പ് നമുക്ക് നല്ല നമ്മുടെ സ്റ്റോണിൻ്റെ ടൂൾസ് വേണം. സ്റ്റോണിൻ്റെ ടൂൾസിന് മുമ്പ് നമുക്ക് ഇവിടെ അടിച്ചു മാറ്റി അവന്മാരുടെ കൃഷി. അപ്പോൾ നമ്മൾ ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ കൃഷിയുണ്ട്, ഇവിടെയും കുറേ കൃഷിയുണ്ട്. അതെല്ലാം നമുക്ക് അടിച്ചു മാറ്റിയേക്കാം. ഇത്രയും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മതി. നമുക്കിനി ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് അല്ലേ സ്റ്റോൺ കളക്ട് ചെയ്യാൻ പോവാം. എൻ്റെ PC-യുടെ സ്പെക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം എടുത്ത് എനിക്കിപ്പോൾ ഇഷ്ടം പോലെ കോബിൾ സ്റ്റോൺ ആയിട്ടുണ്ട്. ഇത്രയും കോബിൾ സ്റ്റോൺ തൽക്കാലം മതി, 14 കോബിൾ സ്റ്റോൺ. ഇനി ഇത് നമുക്ക് അയങ്കോലത്തിന് തെളിക്കൊല്ലണം. മെയിനായിട്ട് അത് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പം തന്നെ അത് നമുക്ക് നടത്തിയേക്കാം അല്ലേ? നടത്തിയേക്കാം, അത്രേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ഇച്ചിരി സൗണ്ട് കാണും, കാരണം ഇച്ചിരി റെയിൻ ഉണ്ട് ഇവിടെ, നല്ല മഴയാണ്. അപ്പം എന്തായാലും ഇനി നമുക്ക് ഈ ഒരു അയങ്കോളത്തിനെ കൊല്ലാനായിട്ട് ഇവിടെ കയറിയിരിക്കാം. എത്തത്തുമില്ല, എന്തോ പറയാനെന്ന് പറയാം. അവനെ എങ്ങനെ കൊല്ലും? നമുക്ക് അവന് കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ഇനി നമുക്ക് അടിച്ചു കൊല്ലാം. അടിച്ചടിച്ചുകൊണ്ട് ഇരിക്കും, ചാവത്തില്ല. എൻ്റെ ആക്സ് ഇപ്പൊ പൊട്ടു. എൻ്റെ ആക്സ് ഇപ്പൊ പൊട്ടുമല്ലോ. ആക്സ് പൊട്ടി, ഇനി പിക്കാക്സ് വെച്ച് കൊല്ലാം. ഓക്കെ, നമുക്ക് അവന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. എൻ്റെ ഇത്ര 4 അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവ സ്പോണാ. വില്ലേജസ് പേടിച്ചു കഴിഞ്ഞാൽ ഇനി ഇവ സ്പോണാൻ സാധ്യത സാധ്യതയല്ല, ഉറപ്പായിട്ട് സ്പോണാം. അപ്പൊ ഈ അയൺ ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം. നമുക്ക് ഈ കോബിൾ സ്റ്റോണിന്റെ കൊണ്ട് ഉണ്ടാക്കേണ്ട സാധനമൊക്കെ ഉണ്ടാക്കിയേക്കാം. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഹൗസ് വേണം. ഇവന്മാരുടെ വീട്ടിൽ എത്ര നാൾ താമസിക്കും? അപ്പം നമുക്ക് ആ സ്വന്തമായിട്ട് ഹൗസ് വേണം. അതുകൊണ്ട് അതിൻ്റെ കാര്യം ഞാൻ ഉറപ്പായിട്ട് സെറ്റ് ആക്കും. ഞാൻ ഈ ആക്സ് ഒക്കെ ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സോഡ്, ആക്സ്, പിക്കാക്സ്. ഇനി നമുക്ക് നല്ല തടിയുടെ ആവശ്യം ഇവിടെ ഒരുപാട് വരും. അതിനു മുമ്പ് ഇവിടെയും കുറച്ച് കൃഷിയുണ്ട്. അതുകൊണ്ട് ഹങ്കർ നമുക്ക് ഇവിടെ കുറച്ച് കൃഷിയുണ്ട്.
അതുകൊണ്ട് കൃഷിയുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ കൂടെ കൃഷി അടിച്ചങ്ങ് മാറ്റാം. ഒക്കെ നമ്മളിപ്പം ഇവിടുത്തെ കൃഷി അടിച്ചു മാറ്റാൻ വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ അങ്ങ് അടിച്ചു മാറ്റാം. അപ്പം ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഇരുട്ടുണ്ട്. നമുക്ക് കുറച്ച് ടോർച്ച് എടുക്കാൻ. ഇവിടെ ടോർച്ച് ഉണ്ട്. ഇവിടെയും കൃഷിയുണ്ട്. അതിപ്പോൾ നമുക്ക് അടിച്ചിട്ട് ടോർച്ചിന് എടുത്തോട്ടെ. ടോർച്ച് ഇപ്പോൾ ഒരെണ്ണം മതി. ഇനി ഇവിടുത്തെ കൃഷി എല്ലാം അടിച്ചു മാറ്റിയേക്കാം. ഇപ്പൊ നമ്മൾ ഇത്രയും സെറ്റിങ്സ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടോർച്ച് എടുത്ത് ഓഫ് ആൻഡ് പിടിക്കാം. നല്ല ഇത് നമ്മള് ഷെയ്ഡേഴ്സ് ഇട്ടുണ്ട്. കയ്യിലിങ്ങനെ വെച്ചാൽ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡേഴ്സ് കോംപ്ലിമെന്ററി ഷെയ്ഡേഴ്സ് ഇട്ടാൽ മതി. ചന്ദ്രനൊക്കെ മേഘത്തിന്റെ ഒക്കെ വ്യത്യാസമുണ്ട്. സ്ക്വയറിന് ചെറിയൊരു സ്ക്വയറിന്റെ വ്യത്യാസം ഒക്കെ വരുന്നുണ്ടോ ചന്ദ്രനൊക്കെ കണ്ടോ? പക്ഷെ നമുക്കിത് റൗണ്ടിലൊക്കെ ആക്കാൻ പറ്റുന്ന രീതികളുണ്ടല്ലോ. ഞാൻ കുറെ നോക്കി ഇതുവരെ പറ്റിയില്ല. ഞാൻ ചെയ്യും. അവന്മാരെന്നെ പേടിപ്പിച്ച് കളയാം. എന്റെ ഹാർട്ടും ഉണ്ടോ വേണ്ടേ? അയ്യോ, ഓ, ഈ തെണ്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ചത്ത് കണ്ടോ? ഷെടാ ഇവൻ, ഓ കുറെ നേരമായി അവൻ തുടങ്ങിയിട്ട്. അടച്ചിട്ടുണ്ടോ ഇത്? അവന്മാരാണ് തുറന്ന് മരത്തിയും കിട്ടേക്കുവാ. എല്ലാ ഇവന്മാരും ഇവിടെ. നമുക്ക് എന്തായാലും ഷീൽഡ് വേണം, അല്ല ഒന്നും നടക്കത്തില്ല. എൻ്റെ അമ്മ എൻ്റെ നെഞ്ച് വിറച്ച്. അപ്പം ഇനി നമുക്ക് ഇത്ര സെറ്റപ്പ് നമുക്ക് അയൺ വെച്ചൊരു ഷീൽഡ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഷീൽഡ് വേണം. പിന്നെ ഒരു സോഡും, അതാണ് മെയിൻ. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. ഇവിടെ ഇവിടെ ഇത് വെച്ചിട്ട് ഇത് പിക്കാക്സ് എന്തായാലും വേണ്ടി വരും. ഇതും വേണം. ഇത് ഇരിക്കട്ടെ. എന്തായാലും അതൊന്നും വേണ്ടാത്ത സാധനം, എന്നാലും ഇരിക്കട്ടെ. നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്തേക്കുന്ന ഈ ഷീൽഡ് ഈ അയൺ സോഡും ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇപ്പൊ നമുക്ക് മതി. അവന്മാരുണ്ടെന്ന് പോയിട്ടില്ല കേട്ടോ, എവിടെയോ ഉണ്ട്. ചേട്ടാ എവിടാണ് അവന്മാര്? ആർക്കറിയാം എവിടൊക്കെയാന്ന്. അപ്പം ഇനി നമുക്ക് മൈനിങ്ങിന് പോവാം. അപ്പം ഇനി നമുക്കൊരു മൈനിങ്ങിന് പറ്റിയ സ്ഥലം ഭയങ്കര ഡേഞ്ചർ തോന്നുന്നു. നമുക്കൊരു കട്ടിലൂടെ എടുത്തേക്കാം. ഇവിടെ റീസ്പോൺസിറ്റി ആണെങ്കിലും എവിടാടാ അവരുടെ സൗണ്ട് കേൾക്കാം. നമുക്ക് ഫുഡ് എന്തായാലും വേണ്ടി വരുമല്ലോ. നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ സെറ്റ് ആക്കണം. അപ്പൊ എന്തായാലും നമുക്ക് അടിയന്മാരെ പിടിക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവര് വീണ്ടും കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഭാഗമല്ല. അവിടെ കുറെ കുതിര അണ്ണന്മാരുണ്ട്. അവരൊക്കെ അവിടെ ഇരുന്നാട്ടെ. ഇത്രയും സാധനങ്ങൾ എന്തായാലും ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടില്ല ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് മൈൻ ചെയ്താലോ എന്ന്. നമുക്ക് അങ്ങോട്ട് വിടാം. ആ ഒരു ഭാഗത്ത് നമുക്ക് മൈൻ ചെയ്താൽ ചിലപ്പോൾ ഇവിടെ ലക്ക് ഉണ്ടെങ്കിലോ. ഇത്ര സാധനങ്ങൾ വെച്ച് എനിക്ക് പോകാൻ പറ്റുമോ? ഫുഡ് നമുക്ക് ഇപ്പൊ ഇത്രയും മതി. പിന്നീട് ആവശ്യമാണ്. നമുക്ക് ടോർച്ച് ഇപ്പോൾ ഉണ്ട്. ആ ടോർച്ച് ഇറക്കാലോ. ഫാൻഡി കിടക്കട്ടെ, ഇതായിരിക്കും സേഫ്. ഇപ്പൊ ഇത് മതി. ഇനി നമുക്ക് ഇവിടുന്ന് മൈൻ ചെയ്തായിട്ട് പോവാം. സാൻഡ് അല്ലേ, ചിലപ്പോ എന്തെങ്കിലും ട്രഷർ വല്ലതും കിട്ടിയല്ലോ. ബട്ട് ടോർച്ച് അത്രയുണ്ട്. അത് മതി, ആ ടോർച്ച് മതി. ഇപ്പൊ ആയിട്ട് പോവാ. സ്റ്റോൺ നമുക്ക് അടിയിലോട്ട് അങ്ങ് പോവാം. ഓ വെള്ളം, കോപ്പർ കിട്ടി. കോപ്പർ സമയമില്ല നമുക്ക് എടുക്കാൻ. ഇതായിട്ട് പോട്ടെ.
ചവല് 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 ചവല്. ഓ രക്ഷപ്പെട്ടു, ജസ്റ്റ് സെക്കൻഡിന്. അല്ലേ എന്തോ പെട്ടെന്ന് രക്ഷപ്പെട്ട ഞാൻ. ഇപ്പൊ കാണാനും ചാവുന്നത്. ഫുഡ് എടുക്കട്ടെ, ഫുഡ്. എന്തായാലും നമ്മള് എന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടെ പ്ലാങ്സ് വെച്ച് രക്ഷപ്പെട്ടു. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ വരെ വെള്ളത്തിനടി വരെ ആയിട്ടുണ്ട്. ഇനി ഇത് എവിടെ ചെന്ന് ചാടുമോ എന്തോ. ഇവിടെ ഇവിടെ നിന്നാണ് ആടിന്റെ ഒക്കെ സൗണ്ട് വരുന്നതെന്ന് എനിക്കൊരു പിടി. ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ. എന്തായാലും മൈൻഡ് ചെയ്ത് പോകാം. ആ നമുക്ക് വേണ്ട സാധനം തൽക്കാലം കിട്ടി. വേഗം എടുക്കട്ടെ. എൻ്റെ ഇപ്പം ഇത്ര സാധനം എടുത്ത് എടുക്കാം, കുഴപ്പമില്ല. അയൺ കിട്ടിയിട്ടുണ്ട്. ഇത്ര സാധനം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മതി തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് പോകുന്നത്, ഞാൻ എങ്ങോട്ടാ ദൈവമേ പോകുന്നത്? ജസ്റ്റ് പ്ലേറ്റ് എത്തി ഞാൻ. ഞാനിത് എവിടെ? ട്രയൽ സ്റ്റേഷനോ? അയ്യോ ഇത് എന്താ ലക്ക. അപ്പം തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ട്രയൽ ചേമ്പറിന്റെ എപ്പിസോഡ് നമുക്ക് അടുത്ത, അതായത് നാളെ വൈകിട്ട് 6 മണിക്ക് ട്രയൽ ചേമ്പറിന്റെ എക്സ്പ്ലോറിങ് എപ്പിസോഡ് വരും. അതിന് മുമ്പ് എനിക്ക് അതിനെക്കുറിച്ച് നല്ലതായിട്ട് ആലോചിക്കണം. അങ്ങനെ പല പണികളുണ്ട്. എന്തായാലും നമുക്ക് ട്രയൽ ചേമ്പർ നിങ്ങളൊന്ന് കാണിച്ചിട്ട് നമുക്ക് പോവാം. ആണ്ടേ ട്രയൽ ചേമ്പർ കണ്ടല്ലോ. ഇത്രയൊക്കെ കണ്ടാൽ മതി. അടുത്ത എപ്പിസോഡിൽ ബാക്കി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.